ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു CCB ടൂൺസ്. ഇന്നത്തെ ക്ലാസ് മുൻകാല ചോദ്യങ്ങളാണ്. നമ്മൾ പറഞ്ഞിരുന്നു 1000 ചോദ്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 50 ചോദ്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ക്ലാസ്സിൽ നമ്മൾ 50 ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ആദ്യത്തെ 50 ചോദ്യങ്ങൾ നിങ്ങൾ പരീക്ഷ പോലെ എഴുതി കമൻറ്റ് ബോക്സിൽ കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയത്. കാരണം മാർക്കൊക്കെ കുറവാണ്. സാധാരണഗതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫുൾ മാർക്ക് കിട്ടണം. കാരണം നമ്മളൊരു പരീക്ഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു മത്സര പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള ഏത് പരീക്ഷയ്ക്ക് പോയാലും മുൻകാല ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു പരീക്ഷയുടെ ആ പൾസ് അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മുൻകാല ചോദ്യങ്ങൾ പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ മുൻകാല ചോദ്യങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം നമ്മൾ റാങ്ക് ലിസ്റ്റിലൊന്നും എത്തുന്നില്ല. പക്ഷേ പരീക്ഷയുടെ പൾസ് അറിയുവാനും പരീക്ഷയുടെ പാറ്റേൺ അറിഞ്ഞ് നമുക്ക് പഠിക്കാൻ സാധിക്കും. എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ പഠിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് അല്ലെങ്കിൽ മുൻകാല ചോദ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ കുഴപ്പമില്ല, മുൻകാല ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കും. അപ്പോൾ ഇതും 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 50 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 51. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഈസ് എ. ക്വസ്റ്റ്യൻ നമ്പർ 52. Under diminishing balance method, depreciation is calculated a fixed percentage of. Question number 53. If the statement prepared by the consignee and sent to the consignor is called. Question number 54. The current ratio of a firm is 3:2 and its working capital is rupees 10,000. Then current asset will be. Question number 55. Output based wages is known as. Question number 56. One among the following is not appearing in the profit and loss account. Question number 57. A suspense account is used to rectify. Question number 58. Reserve for overdue interest is shown. Question number 59. Repairs to building is a. Question number 60. When noting charge paid by drawer, the account to be debited is. Question number 61. All agricultural loans are treated as fully secured as the same are disbursed against. Question number 62. Which of the following is not applicable to loss asset? Question number 63. Dash recommended introduction of prudential norms including CRAR 2 packs. Question number 64. Dash rate is the rate at which RBI accepts deposits from banks. Question number 65. Dash relate to short-term resources and short-term commitments. Question number 66. The headquarters of IFCI is at. Question number 67. Dash is the apex institution in the field of industrial credit. Question number 68. The electronic image of a paper check is known as. Question number 69. A not negotiable crossing restricts dash of check. Question number 70. Garnishee order is issued by. Question number 71. Money market is controlled and regulated by. Question number 72. A bank should not open an account in the name of. Question number 73. Cash deposited by customer is a dash deposit. Question number 74. If there is economic deflation, bank rate will be. Question number 75. Generally, bridge loans are issued by. Question number 76. Dash banks are required to maintain CRR with Reserve Bank of India. Question number 77. What portion of the demand and time liability of a bank can lend by way of loans and advances?
Question number 78. How many scheduled district cooperative banks are there in India? Question number 79. Those banks which are listed in the second schedule of dash are called scheduled banks. Question number 80. The Banking Companies Act was renamed as Banking Regulation Act in. Question number 81. Reserve fund is created out of. Question number 82. Dash is the amount given by government which need not be repaid. Question number 83. Team audit was introduced in the year. Question number 84. An error in the accounting which is counterbalanced by any other error is called. Question number 85. Surplus fund of a cooperative society can be. Question number 86. Under which category is the expenses for shifting of the institution to more convenient place be included? Question number 87. The difference in figures is dash and causes for their existence are brought to light. Question number 88. Example for contingent liability is. Question number 89. What is the rate of depreciation to be charged on land owned by the society? Question number 90. Audit fee of a primary consumer cooperative society is calculated on the basis of. Question number 91. When the original voucher is lost, the institution may produce copy of the same. This is called as. Question number 92. Audit firm means a firm including two or more having knowledge in cooperative audit. Question number 93. Audit certificate should be sent to the institution within dash months after the completion of the audit. Question number 94. The book maintained by the auditor to note down all enquiries made during the course of audit, replies received, etc. is known as. Question number 95. While preparing final accounts of a cooperative society, overdue interest shall be shown on the. Question number 96. NPA means. Question number 97. Dash the owned funds of a cooperative bank. Question number 98. All business transactions are firstly recorded in the. Question number 99. Trial balance is a. Question number 100. Examination of transactions with the help of documentary evidence is called. ഇന്നത്തെ 50 ചോദ്യങ്ങൾ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ആൻസർ നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അറിയാൻ മേലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിച്ച നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു നോട്ട്ബുക്കിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ച് പഠിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് 50 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. Question number 51. Provision for bad debts is a. Answer is option D. Liability. Question number 52. Under diminishing balance method, depreciation is calculated a fixed percentage of. Answer is option A. WDV of the asset. Question number 53. The statement prepared by the consignee and sent to the consignor is called. Answer is option B. Account sales. Question number 54. The current ratio of a firm is 3:2 and its working capital is rupees 10,000. Then current asset will be. Answer is option A. Rupees 30,000. Question number 55. Output based wages is known as. Answer is option C. Piece rate wages. Question number 56. One among the following is not appearing in the profit and loss account. Answer is option B. General reserve. Question number 57. A suspense account is used to rectify dash errors. Answer is option B. One-sided errors. Question number 58. Reserve for overdue interest is shown. Answer is option A. Debit side of profit and loss account. Question number 59. Repairs to building is a. Answer is option B. Revenue. Question number 60.
When noting charge paid by drawer, the account to be debited is. Answer is option D, drawee. Question number 61. All agricultural loans are treated as fully secured as the same are disbursed against. Answer is option B, charge on land. Question number 62. Which of the following is not applicable to loss asset? Answer is option D, gestation period is over. Question number 63. Dash recommended introduction of prudential norms including CRAR 2 packs. Answer is option C, Task Force on Revival of Rural Cooperative Credit Institutions. Question number 64. Dash rate is the rate at which RBI accepts deposits from banks. Answer is option C, reverse repo. Question number 65. Dash relate to short-term resources and short-term commitments. Answer is option B, current ratio. Question number 66. The headquarters of IFCI is at. Answer is option C, Calcutta. Question number 67. Dash is the apex institution in the field of industrial credit. Answer is option B, IDBI. Question number 68. The electronic image of a paper check is known as. Answer is option A, truncated check. Question number 69. A not negotiable crossing restricts dash of the check. Answer is option B, negotiability. Question number 70. Garnishee order is issued by. Answer is option C, civil court. Question number 71. Money market is controlled and regulated by. Answer is option C, RBI. Question number 72. A bank should not open an account in the name of. Answer is option C, undischarged insolvent. Question number 73. Cash deposit by a customer is a dash deposit. Answer is option B, primary deposit. Question number 74. If there is economic deflation, bank rate will be option C, lowered. Question number 75. Generally, bridge loans are issued by. Answer is option D, none of these. Question number 76. Banks are required to maintain CRR with Reserve Bank of India. Answer is option D, scheduled cooperative banks. Question number 77. What portion of demand and time liability of a bank can lend by way of loans and advances? Answer is option D, after meeting the statutory liquidity ratio and cash reserve ratio. Question number 78. How many scheduled district cooperative banks are there in India? Answer is option D, none of these. Question number 79. Those banks which are listed in the second schedule of dash are called scheduled banks. Answer is option B, RBI Act. Question number 80. The Banking Companies Act was renamed as Banking Regulation Act in. Answer is option A, 1966. Question number 81. Reserve fund is created out of. Answer is option B, net profit. Question number 82. Dash is the amount given by government which need not be repaid. Answer is option C, grant. Question number 83. Team audit was introduced in the year. Answer is option C, 1988. Question number 84. An error in the accounting which is counterbalanced by any other error is called. Answer is option C, compensating errors. Question number 85. Surplus fund of a cooperative society can be. Answer is option C, invested in financing bank. Question number 86. Under which category is the expenses for shifting of the institution to more convenient place be included? Answer is option B, deferred revenue expenditure. Question number 87. The differences in figures is dash and causes for their existence are. Answer is option C, reconciled. Question number 88. Example for contingent liability is. Answer is option A, liability under a guarantee. Question number 89. What is the rate of depreciation to be charged on land owned by the society? Answer is option D,
depreciation not to be charged. Question number 90. Audit fee of a primary consumer cooperative society is calculated on the basis of. Answer is option A, sale proceeds. Question number 91. When the original voucher is lost, the institution may produce copy of the same. This is called as. Answer is option B, collateral voucher. Question number 92. Audit firm means a firm including two or more having knowledge in cooperative audit. Answer is option A, chartered accounts. Question number 93. Audit certificate should be sent to the institution within dash months after the completion of the audit. Answer is option C, 3 months. Question number 94. Is the book maintained by the auditor to note down all enquiries made during the course of audit, replies received, etc. is known as. Answer is option C, audit notebook. Question number 95. While preparing final accounts of a cooperative society, overdue interest shall be shown on the. Answer is option C, asset side. Question number 96. NBA means. Answer is option D, non-performing asset. Question number 97. Dash the owned funds of cooperative banks. Answer is option A, share capital. Question number 98. All business transactions are firstly recorded in the. Answer is option A, day book. Question number 99. Trial balance is a. Answer is option D, statement. Question number 100. Examination of transactions with the help of documentary evidence is called. Answer is option D, vouching. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി വരുന്നവരെ താങ്ക്